ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. റൊമാൻസ് ഒക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. എല്ലാം കൊള്ളാം. പാട്ടും കൊള്ളാം, ഡാൻസും കൊള്ളാം, സ്ക്രീൻ പ്ലേ എല്ലാം പക്ക. അല്ലൂടെ പെർഫോമൻസ് വേറെ ലെവല്. പുഷ്പ 1 അവിടെ 2 കൊള്ളാം. താഴത്തില്ലടാ. സത്യം പറഞ്ഞാൽ ട്രോളൂല്ലെങ്കിൽ പറയാം. പടം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് ഞാൻ സിനിമ കാണാൻ വന്നത്. കാരണം എനിക്ക് ഫസ്റ്റ് പുഷ്പ 1 എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരുന്നു. ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടിപ്പം അത്രയ്ക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്ക് തന്നിട്ടില്ല. പിന്നെ അവസാനത്തെ പാട്ടുകളൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു ഭോജ്പൂരി ലെവൽ മേക്കിംഗ് ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും അത്രയും ഒരു എക്സ്റ്റെൻഡ് ഉണ്ട്. കാരണം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സമൂഹത്തിൻ്റെ ഈ ഒരു താഴെക്കടയിൽ നിന്ന് ഉയർന്നു വന്നൊരു വ്യക്തി, അയാൾ ഇടുന്ന ഡ്രസ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പളവളപ്പുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ലുങ്കി കൊടുത്തിട്ട് അടിയിലൊരു നിക്കറൊക്കെ ഇട്ട് നടക്കുന്ന ഒരു വ്യക്തി. അപ്പം അയാൾ ആ ഒരു സ്റ്റാൻഡേർഡിലായിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പം അങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഇത് പോയിട്ടുണ്ട്. മാസ് സീൻസ് എല്ലാം വർക്കായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഏകദേശം ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് പിന്നെ ഒരു മാസ് എലമെൻസ് എല്ലാം മാറി പിന്നെ ട്രാക്ക് വിട്ട് വേറൊരു ട്രാക്കിലേക്ക് പോയി. അപ്പം അത് എല്ലാ പ്രേക്ഷകർക്കും എങ്ങനെ ഇഷ്ടപ്പെടുമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പുഷ്പയ്ക്ക് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതായത് സ്വന്തം കുടുംബപ്പേരില്ല, സ്വന്തം അച്ഛൻ്റെ ഇതില്ല. അങ്ങനത്തെ രീതിയിലൊക്കെ മിക്സ് ചെയ്തിങ്ങനെ ഒരു ഫാമിലി ഒരു ട്രാക്കെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്ക് എല്ലാ പ്രേക്ഷകർക്കും എങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1 ടൈം വാച്ചബിൾ തന്നെയാണ്. ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് കുഴപ്പമില്ലായിരുന്നു. പുള്ളിയുടെ ഒരു നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളെല്ലാം പുള്ളി ഇടുന്നുണ്ട്, കയ്യിന്നിടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കഥയിൽ നമുക്ക് എന്തെങ്കിലും ഒരു അതിഭീകരമായിട്ടുള്ള ട്വിസ്റ്റോ അല്ലെങ്കിൽ ടേണോ കാര്യങ്ങളൊന്നും അങ്ങനെ അതിഭീകരമായിട്ടുള്ള ട്വിസ്റ്റോ കാര്യങ്ങളൊന്നും കഥയിലില്ലായിരുന്നു. അപ്പം ഫഹദ് ഫാസിലിന് ചെയ്യേണ്ട വാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്നാലും വലിയ കുഴപ്പമില്ല എന്ന് പറയാം. രശ്മിക മന്ദാനയും ജസ്റ്റ് സപ്പോർട്ടിങ് റോളാണ് ചെയ്തിട്ടുള്ളത്. രശ്മിക മന്ദാന അപ്പം കൂടുതൽ ഭയങ്കരമായിട്ട് അങ്ങനെ എടുത്തു പറയാനായിട്ടില്ല. ആ പാട്ടിൽ വരുന്ന തുടക്കത്തിൽ. പിന്നെ അതുകൂടാതെ തന്നെ പിന്നെ ജസ്റ്റ് ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് നമ്മൾ KGF എങ്ങനെയാണോ മറ്റേ കണ്ടത് അതേ ഒരു ട്രാക്കിൽ മീൻസ് ആ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ അങ്ങനത്തെ ഒരു രീതിയിലാണ് പോകുന്നത്. ഇത് കുറച്ചുകൂടെ ലവബിൾ ആയിട്ടുള്ളൊരു വൈഫ്, മറ്റേ അങ്ങനെയല്ലായിരുന്നു. കുറച്ചുകൂടെ ലവബിളായിട്ട് ഭർത്താവ് എന്ത് പറഞ്ഞാലും ഇത്. അതുപോലെ തന്നെ താഴ്ന്നുണ്ടെങ്കിൽ ഒരാളുടെ മുമ്പിൽ മാത്രമേ താഴത്തുള്ളൂ, അത് വൈഫിൻ്റെ മുമ്പിൽ. അങ്ങനത്തെ ഒരു ഇത് പിടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ മറ്റേനകത്ത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുമെന്നൊരു സംശയമുണ്ട്. നോർത്തിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ദേവി ആരാധന കാണുന്ന മീൻസ് ദേവിയെ ആരാധിക്കുന്നവർ അങ്ങനത്തേക്കുള്ള ആൾക്കാരുടെ ഇടയിൽ. കാരണം അല്ലു അർജുൻ്റെ ഒരു ഡാൻസ് ഉണ്ട് ഇതിനകത്ത്, ആ ഫീമെയിൽ ഡ്രസ്സിൽ വന്നിട്ട്. അതുപോലെ തന്നെ വേറെയും കുറച്ച് സീനുകളുണ്ട് അതേ മീൻസ് സിമിലർ ആയിട്ടുള്ളത്. അത് ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കരമായിട്ട് അത് ഭയങ്കര കണക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ആന്ധ്രയിൽ പിന്നെ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിൻ്റെ അടുത്തൊക്കെ ചിലപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപക്ഷെ നല്ല രീതിയിൽ കണക്ട് ആവാൻ ചാൻസ് ഉണ്ട്. പുഷ്പ താഴത്തില്ലടാ. സത്യം പറഞ്ഞാൽ ട്രോളൂല്ലെങ്കിൽ പറയാം. പടം പാർട്ട് 1 അത്ര പോരാ. ഹിസ് പെർഫോമൻസ് ഈസ് അമേസിങ്. പക്ഷെ ആൾക്ക് അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടില്ല. ഇതിൽ കൊടുക്കാത്തതായിരിക്കും മൈറ്റ് ബി. പുള്ളിയാണ് സ്റ്റാർട്ട് ടു എൻഡ്, ആ ബ്രാൻഡാണല്ലോ സ്റ്റാർട്ട് ടു എൻഡ് പുള്ളി തന്നെയാണ്. പക്ഷേ പാർട്ട് 1 വെച്ച് നോക്കി പോവണ്ട, ജസ്റ്റ് ഒരു മൂവി എന്ന് പറഞ്ഞാൽ നോക്കി പോവാം. മൈറ്റ് ബി പാർട്ട് 3 വിൽ ബി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വരുമായിരിക്കും. കങ്കുവ ഞാൻ കണ്ടില്ല കേട്ടോ, റിവ്യൂ കേട്ടിട്ട് ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. റൊമാൻസ് ഒക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. ഫൈറ്റ് സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് ഉണ്ട്, അത് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗൂസ് ബം മൊമെന്റ്സ് വരുന്ന ഫൈറ്റൊക്കെയാണ് അത്. ക്ലൈമാക്സിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു ഫൈറ്റ്. പക്ഷെ ക്ലൈമാക്സ് ഒക്കെ പാർട്ട് 3 വേണ്ടി കൊണ്ടുവന്ന് നിർത്തി എന്നുള്ള രീതിയിൽ ആയിപ്പോയി.